ആവണല്ലോ. ഈ മ്യൂസിക് ഡയറക്ടേഴ്സിന് വേറൊരു കഴിവുണ്ടല്ലോ, അതായത് ഈ കഥകൾ ആദ്യം കേൾക്കുന്ന ആളുകളുടെ കൂട്ടത്തിൽ ഏറ്റവും മുൻപന്തിയിലായിരിക്കും മ്യൂസിക് ഡയറക്ടേഴ്സ്. അങ്ങനെ ആ കാലഘട്ടത്തിൽ ഈ ഇഷ്ടപ്പെടാതെ വന്ന കഥകളൊക്കെ ഉണ്ടായിട്ടുണ്ടോ, എന്നിട്ട് വേണ്ടാന്ന് വെച്ചിട്ടുണ്ടോ? എന്താന്ന് പറയുക, ചിലർ കഥ പറയുമ്പോൾ നമുക്ക് ഇഷ്ടപ്പെടില്ല, ഇഷ്ടപ്പെടുന്ന ചിലർക്ക് കഥ പറയാൻ അറിയില്ല, പക്ഷെ അവരെടുത്ത് പൊലിപ്പിക്കും. അവരുടെ മനസ്സുകൾ പുറത്തിട്ട് പറയാൻ അറിയില്ല. അത് പറയാതെ തന്നെ അവർക്ക് കുറേ സംഭവങ്ങൾ ഇതിനെപ്പറ്റി അറിയാം. അപ്പോൾ അതെടുത്ത് വരുമ്പോൾ ഭയങ്കര സ്റ്റൈലായിരിക്കും. ചിലർ ഞാൻ പറയാറുള്ളൂ, ചിലർ ഭയങ്കരമായിട്ട് പറയും അത് അങ്ങനെയാണ്. ഞാൻ ഈ നമ്മളിപ്പോൾ ഒരു പാട്ട് കമ്പോസ് ചെയ്യുന്ന സമയത്ത് ആ പാട്ടിൻ്റെ സിറ്റുവേഷൻ നമ്മൾ ഇത് ക്യാമറ ഇങ്ങനെ പോയിട്ട് അതിൻ്റെ ഉള്ളിൽ കൂടെ പോയിട്ട് ഇയാളെ ഫേസ് കാണിക്കുന്നു, അപ്പുറത്ത് വേറെ ആളുടെ അതിൽ ക്യാമറ ഇങ്ങോട്ട് പോകുന്നൊക്കെ പറഞ്ഞിട്ട് പറയും. പക്ഷെ ചെയ്തു വരുമ്പോൾ അച്ഛൻ ഒന്നുകിൽ സാമ്പത്തിക അവസ്ഥ ചിലപ്പോൾ എല്ലാം കഴിഞ്ഞിട്ടൊക്കെ പാട്ട് മാത്രം എടുക്കുന്നത്, അപ്പോൾ എങ്ങനെയും തല്ലി കൂട്ടിയെടുക്കാവുന്ന അവസ്ഥയിൽ ചിലരൊക്കെ വന്നെത്തും. ചിലപ്പോൾ അങ്ങനെ സംഭവിക്കാറുണ്ട്. അങ്ങനെ ഈ പറഞ്ഞ പോലെ മിക്ക സിറ്റുവേഷൻ കേൾക്കുന്നു നല്ല കഥകളൊക്കെ തന്നെയാണ് കേൾക്കുന്നത്. ഈ ചില ആക്ടേഴ്സിന് ഇമേജ് ബ്രേക്കിംഗ് സിനിമകളുണ്ടല്ലോ, ഇപ്പൊ സുന്ദരപുരുഷനൊക്കെ ആ സമയത്ത് ഈ സുരേഷ് ഗോപി സാറിന് ഒരു ഭയങ്കര ആക്ഷൻ ഹീറോ ഇമേജ് ഉള്ള സമയത്താണല്ലോ, ഭയങ്കര ഹ്യൂമർ ഒക്കെ ചെയ്യണം. ശരിക്കും ആ സമയത്തൊക്കെ ഈ കഥകൾ കേൾക്കുമ്പോൾ എന്തായിരുന്നു തോന്നുക മനസ്സിലൊക്കെ? അല്ല, നമ്മൾ ഒരു കഥ പറയുന്നത്, നമ്മൾ ആ കഥയുടെ മൂഡിൽ തന്നെയാണ് നമ്മൾ ഫുള്ളായിട്ട് അത് കേൾക്കുന്നത്. പിന്നെ നമ്മൾ സുന്ദരപുരുഷൻ എന്ന് പറഞ്ഞ പടത്തിൻ്റെ സിറ്റുവേഷൻ അല്ലെങ്കിൽ ആ കഥ പറഞ്ഞതല്ല പിന്നെ തിയേറ്ററിൽ വന്നത്, ഞാൻ റീ റെക്കോർഡിങ് ടൈമിൽ വന്നത്, അത് വേറെ അവസ്ഥയിലെത്തി. മനസ്സിലായില്ലേ? അങ്ങനെ അത് ഒരു ഡയറക്ടർ കഴിവാണത്. ചിലത് കേൾക്കുമ്പോൾ ഇതാണോ പടം തോന്നിപ്പോകും, പക്ഷെ എടുത്തു വരുമ്പോൾ വേറെ സംഭവമായിരിക്കും. ഇപ്പൊ ഈ പറഞ്ഞ പോലെ വലിയൊരു കോൺഫിഡൻസ് ഇവിടെ ഉണ്ടല്ലോ സാറിന്, ഇത്രയും ഈ ഫെസ്റ്റിവലിലൊക്കെ റിലീസ് ചെയ്തിട്ട് സിനിമയെ പറ്റി സംസാരിക്കുമ്പോൾ അത് തരുന്ന ഒരു കിക്ക് എന്തായി പറഞ്ഞ നമ്മുടെ സിനിമ ഒരു പ്രത്യേക ഓഡിയൻസ് കണ്ടു, അത് ഇഷ്ടപ്പെട്ടു, അപ്പോൾ ഒരു കോൺഫിഡൻസ് ഉണ്ടാവുമല്ലോ, നമ്മൾ ചെയ്തൊരു വർക്ക് നന്നായി, അതിൻ്റെ ഒരു കോൺഫിഡൻസ് എന്താ ശരിക്കും? ഭയങ്കര സന്തോഷമല്ലേ. ബിക്കോസ് ഇപ്പോൾ അത് പ്രത്യേകിച്ച് നമ്മൾ അങ്ങനെ ഒരു സിനിമ വന്ന് അത് തിയേറ്ററിൽ അത് ആൾക്കാർ അപ്രിഷ്യേറ്റ് ചെയ്തു, അത് അവർ കണ്ടുപോയി എന്നല്ലാതെ നമ്മൾ പല സദസ്സിലേക്ക് പോകുമ്പോൾ അവിടെ ഇതൊരു ഡിസ്കഷനായിട്ട് വരുമ്പോൾ, അല്ലെങ്കിൽ ആ പടത്തിൽ നന്നായിരുന്നു കേട്ടോ, ഈ പടത്തിൽ നന്നായിരുന്നു കേട്ടോ, അതെല്ലാം കോമഡി കലക്കി കേട്ടോ. ഇപ്പോൾ ഞാൻ ഈ അടുത്ത് ഹോട്ടൽ കാലിഫോർണിയ ഞാനൊരു ഹ്യൂമർ വേഷം ചെയ്തു, അതെല്ലാവരും ഭയങ്കരമായിട്ട് അപ്രിഷ്യേറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ കേൾക്കുമ്പോൾ നമുക്കൊരു സന്തോഷമാണ്, ഒരു ഡിഫറെൻ്റ് ആയിട്ടുള്ള റോള് ഹ്യൂമറിൽ വരുന്നു. അപ്പോൾ അതൊക്കെ സന്തോഷം തരുന്ന കാര്യങ്ങളാണ്.